നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം കേട്ടോ. Three of Wands, Five of Pentacles, Seven of Cups, Two of Swords, Queen of Swords, King of Wands, the Empress, the Hermit, Six of Swords, Strength card, Eight of Wands. Ten of Swords, Death, Ten of Cups. Queen of Pentacles, Chariot. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എംപ്രസ് എനർജിയിലാണെന്നുള്ളതാണ്. അവർ നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നോക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ കെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു പേഴ്സണാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട്, ലെസ് കോണ്ടാക്റ്റിലോട്ട് അവർ ഒരു ഡിസ്റ്റൻസ് വെച്ച് മാറി നിന്നു. അപ്പോൾ അവർ അങ്ങനെ ഡിസ്റ്റൻസ് വെച്ച് മാറി നിന്നത് അവരുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെക്കാൾ കൂടുതലൊരു ഇമ്പോർട്ടൻസ് അവർ പയ്യെ അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് തന്നിരുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ മറ്റു കാര്യങ്ങളിലോട്ട് വഴി തിരിച്ചു വിട്ടതായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവർ നിങ്ങളോട് നല്ല രീതിയിൽ കോണ്ടാക്റ്റിലോട്ട് വരാതിരിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇവർ നിങ്ങളോട് പെരുമാറാതിരിക്കുകയും എല്ലാ രീതിയിലും അവരൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ ഡെത്ത് കാർഡും ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസും കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്തിട്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാർഡ് ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ പോയി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളോടുള്ള ഒരു സ്നേഹവും കണക്ഷനൊക്കെ അവർ കാണിച്ചിരുന്നത് വെറുതെയാണ് എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അവർ എന്തിനായിരുന്നു, ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നിങ്ങളുടെ പിറകെ നടന്നിട്ടായിരിക്കാം അവർ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് അറ്റാച്ച്ഡ് ആയ ഒരു പേഴ്സൺ ആയിരിക്കും ഇവർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇത്രയും എന്നോട് ഇങ്ങോട്ട് വന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പെട്ടെന്ന് ചെറുതായിട്ട് നിങ്ങളിൽ നിന്നും അകൽച്ച വെച്ച് അവർ നിങ്ങളിൽ നിന്നും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ തീരെ മെയിൻ ചെയ്യാതെ അവർ നിങ്ങൾക്കൊരു പരിഗണനയും തരാതെ അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർ ഈ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോയതാണോ,
അത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലിയെ ചൂസ് ചെയ്ത് പോയതാണോ, അതോ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്ത് പോയതാണോ, അതോ മറ്റു റിലേഷനിലോട്ട് ഇവർ പോയതാണോ, ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കരുതുന്നത് എന്തായാലും ഈ റിലേഷൻ ഇനി എൻ്റെ ആയി, ഇനി ഈ റിലേഷൻ ചിലപ്പോൾ എൻ്റെ ലൈഫിലോട്ട് ഇനി തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഇവർ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോയത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അപ്പോഴും ബാക്കിയായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. കാരണം അവരൊരു ദേഷ്യത്തിൽ, അല്ലെങ്കിൽ അവരൊരു ഇപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അവർ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവണം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, അവർക്ക് അവരുടേതായ കാര്യങ്ങളും പ്രോബ്ലംസും കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവിടെ അവർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ്, നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നത് അവരുടെ ലൈഫിനെയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെയും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അവർ അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ തൽക്കാലത്തേക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലർ പക്ഷേ തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം കേട്ടോ. മറ്റൊരു റിലേഷൻ ആണെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. പക്ഷേ അങ്ങനെ അവർ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് മറ്റുള്ളതിന് കൊടുത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു മാനസികമായിട്ടൊരു തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളതാണ്. അവർ ഏത് കാര്യത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുത്തത്, നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ മാറി നിന്നത് ഏത് കാര്യത്തിനാണോ അവിടെ അവർക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫെയിലിയർ, ഒരു തോൽവിയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു തോൽവിയിൽ അവർ സത്യം പറഞ്ഞാൽ അത്രയും അധപ്പതിച്ച് കിടക്കുന്ന സിറ്റുവേഷനാണ്, അവർ തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോയപ്പോൾ അവർക്ക് ഇപ്പോഴൊരു തിരിച്ചറിവാണ് ഇവിടെ കണ്ടോ. അങ്ങനെ ഈ ഒരു ലൈറ്റാണ് അവരുടെ ജീവിതത്തിലോട്ട് വന്നിട്ടുള്ളത്, ഈ ഒരു തിരിച്ചറിവ്. അതായത് നിങ്ങളെ ഇവിടെ ബോട്ടം എനർജി 3 ഓഫ് സോഡ്സ് ആണ്. അതായത് നിങ്ങളെ വേദനിപ്പിച്ച് അവർ പോയിട്ടുള്ള സിറ്റുവേഷനിൽ അവർ ലഭിച്ച റിസൾട്ട് എന്ന് പറയുമ്പോൾ തകരുന്ന ഒരു കംപ്ലീറ്റ്ലി തകർച്ചയാണ് അവരുടെ ലൈഫിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സത്യത്തിൽ ഈ ഒരു റിലേഷൻ എൻഡായി എന്നുള്ള രീതിയിൽ അത്രയും വിഷമത്തിലും കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അവരങ്ങനെ അവരുടെ ലൈഫിനും അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കും അവരൊരു തേർഡ് പാർട്ടിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ അവർക്ക് തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു തകർച്ച സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് അവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. അവരിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചേഞ്ചസ് കാണുന്നുണ്ട്. അവർ ഈ ഒരു റിലേഷൻ, ഈ ഒരു കണക്ഷൻ ഒരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകണം, നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സംസാരിക്കണം, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് അവർ മാറിയിട്ടുണ്ട്. ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒന്നുകൂടി സ്ട്രെങ്തൻ ആക്കണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് അവരിപ്പോൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച് ഇപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ വന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ട്രാൻസ്പെറൻസി എന്നാണ് പറയുന്നത്. അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നത് എന്ന് അവർ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുപോലെ അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഇമ്പോർട്ടൻസ് പല കാര്യങ്ങൾക്കും കൊടുത്തപ്പോഴും, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിൻ്റെയും ഒരു കാര്യങ്ങൾ അവർ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരിപ്പോൾ അതിൽ വിഷമിക്കുന്നുണ്ട്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഒരു ട്രാൻസ്പെറൻസി നിങ്ങളുടെ റിലേഷനിൽ വേണമായിരുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പെയിൻ ആയിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, മിഷൻ എന്നാണ് പറയുന്നത്. അവരൊരു മിഷനിലോട്ടാണ് പോയിട്ടുള്ളത്. ചിലർക്ക് അവരവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നിങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടി അവർക്കൊരു മിഷനിലോട്ട് പോവായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു വേദനിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. ചേഞ്ചിങ് എന്നാണ് പറയുന്നത്. അവരുടെ ലൈഫിൽ അവർ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് മാറി നിന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഹോപ്പ്ഫുൾ എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർക്ക് ഹോപ്പ് ഉണ്ട്. മുന്നോട്ട് ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഹോപ്പ് അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്.
ഡൗട്ടാണ് പറയുന്നത്. അവർക്ക് നിങ്ങൾ അവരെ എങ്ങനെ കാണും, അല്ലെങ്കിൽ നിങ്ങളെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിട്ടുപോയതിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി ഒരു വേദനിപ്പിക്കുന്ന സിറ്റുവേഷനിലും നിങ്ങളെ നിർത്തിയിട്ട് അവർ ആ ഒരു ഈ ഒരു റിലേഷനിൽ, അതായത് അവർ നിങ്ങളുടെ ബന്ധത്തിലോട്ട് ഇങ്ങോട്ട് ചേസ് ചെയ്ത് വന്നിട്ട് നിങ്ങളെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വിട്ട് അവർ പോയതിൽ അവർക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, നിങ്ങൾ അവരെ നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി സ്വീകരിക്കുമോ എന്നുള്ള ഡൗട്ട് അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളൊരു ഒറ്റപ്പെട്ടു, എനിക്ക് ഈ ഒരു ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിപ്രഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യാം. അതായത് പെട്ടെന്ന് അവർ നിങ്ങളിൽ നിന്നും പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടി കാണിക്കരുത്. ഓക്കെ, സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻ ഒരു സക്സസ്സിലോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണ്. അവരിപ്പോൾ ഡിസ്റ്റൻസ് വെച്ച് മാറി നിന്നെങ്കിലും ഇതിലൊരു സക്സസ് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിലൊരു നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വിജയം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു വിജയം, ഒരു സന്തോഷം എല്ലാം നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് കാണിക്കുന്നത്. അബൻഡൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സമൃദ്ധി, സന്തോഷം എല്ലാം വരാൻ വേണ്ടി പോകുന്നു. അത് റിലേഷൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹം, അവർ തിരിച്ചു വരുന്ന സിറ്റുവേഷൻ എല്ലാം ഉണ്ടാവും. ഓക്കെ, മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്, അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ മാറി നിന്നത്, അവർ ഈ റിലേഷൻ എൻഡ് ആക്കിയോ എന്നുള്ളൊരു ഡൗട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധമുണ്ട്. അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചതിൻ്റെ ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എൻ, letter R, letter J, letter W, letter H, letter S, letter E, Rohini, letter M, നവംബർ, ഫെബ്രുവരി, മൂലം, മാർച്ച്, തിരുവാതിര, പൂരം, തൃക്കേട്ട, 1986, 1997, പൂരുട്ടാതി, 1992, 1989, പുണർദ്ധം, മെയ്, അശ്വതി, 1985, ചോതി, 2001, ഉത്രട്ടാതി, ഭരണി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.